നിങ്ങളെല്ലാവരും സന്തോഷത്തോടെയും ദൈവവചനമാണ് കേൾക്കുന്നത്, ആ ഒരു പ്രതീക്ഷയോടും കൂടി ഇരിക്കുക. 3 കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ടായ 3 കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഒരു ഇടപെടലുണ്ടാകണം. ഒന്ന് പ്രാർത്ഥിക്കണം. അത് എന്ത്? ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ. 2, നാളുകളായി പ്രാർത്ഥിച്ചു, എനിക്കൊരു ഉത്തരവും കിട്ടിയില്ല. ഇന്ന് നമ്മൾ ഒരുമിച്ച് വചനം കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണം. ഹല്ലേലൂയ. അതിനേക്കാൾ വലിയൊരു കാര്യം, സർവശക്തനായ ദൈവത്താൽ ഇന്ന് വചനം കേൾക്കുന്നതിലൂടെ ഞാനും എൻ്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടണം. ചെറിയ കാര്യമാണെന്ന് തോന്നും, പക്ഷെ അത് 3 പ്രധാനപ്പെട്ട കാര്യമാണ്. സന്തോഷത്തോടെ എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ഒന്ന് എല്ലാവരും പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ദൈവവചനത്തിലേക്ക് വരുമ്പോൾ ഇന്നൊരു നല്ല കാര്യം പറയുകയാണ്. നിങ്ങളിലൂടെ എത്ര പേർ യേശുവിനെ അറിഞ്ഞിട്ടുണ്ട്? നിങ്ങളിലൂടെ ഈ പ്രായം വരെ ജീവിച്ചിട്ട് എത്ര പേർ ദൈവവചനം എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ട്? ഒരാളെങ്കിലും, 10 പേര്, 100 പേര്? അല്ലെങ്കിൽ ഇന്നു മുതൽ നിങ്ങളിലൂടെ ഒരു ദിവസം ഒരാൾ യേശുവിനെ അറിയാൻ ഇടവരണം. നിങ്ങളിലൂടെ, നിങ്ങളുടെ കുടുംബത്തിലൂടെ ഒരു ദിവസം മിനിമം ഒരാൾ ഒരു ദൈവവചനമെങ്കിലും അറിയാനിടവരണം. യേശുവിനെ അറിയണം, ദൈവവചനം അറിയണം. ഹല്ലേലൂയ. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ ഒരാൾ മറ്റൊരാൾക്ക് ദൈവത്തിൻ്റെ വചനം കൊടുക്കുമ്പോൾ നാം ദൈവത്തെ തന്നെയാണ് കൊടുക്കുന്നത്. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ തന്നെയാണ്, കാരണം ദൈവവചനം ദൈവമാണ്. ഞാൻ നിങ്ങളിലേക്ക് നൽകുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ഏതെങ്കിലും വചനങ്ങൾ നിങ്ങളെ എവിടെയെങ്കിലും ഹൃദയത്തിൽ തൊട്ടെങ്കിൽ ആ വചനത്തിലൂടെ നിങ്ങളുടെ ജീവിതം മാറാൻ തുടങ്ങും. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അടയാളങ്ങൾ കാണും. കാരണം ദൈവവചനം ജീവൻ ഉള്ളതാണ്, അത് ജീവൻ തരാൻ കഴിവുള്ളതുമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് 3 കാര്യങ്ങൾ. ദൈവം എന്നെ അനുഗ്രഹിക്കും ഇന്നത്തെ വചനം കേൾവിയിലൂടെ. 2, എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടും, ദൈവം എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കും. ഇതൊക്കെ ഒന്ന് മനസ്സിലൊരു നിയോഗം പോലെ വച്ച് ഇനി പറയാൻ പോകുന്ന വാക്കുകൾ പ്രാർത്ഥനയിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് നഷ്ടമാകത്തില്ല. ഈ സമയം നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ കഴിയുന്ന വിധത്തിൽ ഒരു അനുഗ്രഹമായി മാറിയിരിക്കും. ഞാനിന്ന് ദൈവവചനം നിങ്ങളോട് ശ്രദ്ധിക്കാൻ പറയുന്നത് പഴയ നിയമത്തിലെ ഒരു ഭാഗമാണ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം മുതലാണ് വായിക്കുവാൻ ആഗ്രഹിക്കുന്നതെങ്കിലും 2-ാം അധ്യായത്തിൻ്റെ 23 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കൈകളിൽ ദൈവവചനം, വേദപുസ്തകമുണ്ടെങ്കിൽ എടുക്കുക, നോക്കുക, പരിശോധിക്കുക. ആ ദൈവവചനം നിങ്ങളെ സഹായിക്കാൻ തുടങ്ങും. ഇങ്ങനെ ദൈവവചനം കേൾക്കുമ്പോൾ മുതൽ നിന്റെ ജീവിതത്തിൽ ഓരോ അനുഗ്രഹങ്ങൾ വന്നു ചേരാൻ തുടങ്ങും. നിന്റെ മേലുള്ള എല്ലാ തിന്മയുടെയും സ്വാധീനങ്ങൾ പൊട്ടി പൊട്ടി പോകാൻ തുടങ്ങും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നും കൂടെ പറയാം. ദൈവവചനം, സർവശക്തനായ ദൈവത്തിൻ്റെ വചനം വിശ്വാസത്തോടെ കേൾക്കാൻ തുടങ്ങുമ്പോൾ ഓരോ അനുഗ്രഹങ്ങൾ വന്നു ചേരാൻ തുടങ്ങും. നിന്റെ മേലുള്ള തടസ്സങ്ങൾ, പ്രതിസന്ധികൾ, വെല്ലുവിളികൾ, അതിൻ്റെ കാഠിന്യം പൊട്ടി 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 പഴകിയ നൂല്, പഴകിയ കയറൊക്കെ പൊട്ടിപ്പോകുന്നത് കണ്ടിട്ടില്ലേ? തൊടുന്ന പാടെ അത് പൊട്ടി ദ്രവിച്ച നാരുപോലെ പൊട്ടിപ്പോകുന്നത് പോലെ വിശ്വാസത്തിൽ നോക്കിയാൽ കാണാൻ പറ്റും ചില പ്രതിസന്ധികൾ പൊട്ടി 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 അങ്ങ് പോകുന്നത്. അത് ദൈവവചനത്തിൻ്റെ അനുഗ്രഹവും നന്മയുമാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 23-ാമത്തെ വാക്യം ഇങ്ങനെയാണ്. കുറെ കാലം കഴിഞ്ഞ്, ഒരുപാട് നാൾ കഴിഞ്ഞ്, കാലം കഴിഞ്ഞ് ഈജിപ്തിലെ രാജാവ് മരിച്ചു. ഈജിപ്തിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവ് മരിച്ചുപോയി. അടിമകളായി കഴിഞ്ഞിരുന്ന ഇസ്രായേൽ മക്കൾ നെടുവീർപ്പിട്ട് നിലവിളിച്ചു. എന്തു ചെയ്തു? അവർ വലിയൊരു പ്രതിസന്ധിയിലായിരുന്നു. അതിന്റെ അർത്ഥം അടിമകളായി കഴിഞ്ഞിരുന്നവർ എന്ന് പറഞ്ഞാൽ വലിയ പ്രതിസന്ധികളിൽ കഴിഞ്ഞിരുന്നവർ, വലിയ വെല്ലുവിളികൾ അനുഭവിച്ചു കൊണ്ടിരുന്നവർ. അങ്ങനെയുള്ള ആരൊക്കെയോ ഉണ്ട് ഇവിടെയും. അങ്ങനെയുള്ള ആരൊക്കെയോ ഏതൊക്കെയോ ഭവനങ്ങളിലുണ്ട്. ആ പ്രശ്ന പരിഹാരത്തിന് അവർ തിരഞ്ഞെടുത്ത വഴി ഏതാണെന്ന് എഴുതിയിട്ടുള്ളത്. അടുത്ത വാക്യം, അവർ
നെടുവീർപ്പെട്ട് നിലവിളിച്ചു, പ്രാർത്ഥിച്ചു. പ്രശ്നമുണ്ട്, ആ പ്രശ്നം ഉണ്ട് എന്ന് വിചാരിച്ച് ആ പ്രശ്നത്തെ നോക്കി അയ്യോ പ്രശ്നമാണ്, ഓ ഭയങ്കര പ്രശ്നമാണ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വ്യക്തിയുടെയും പ്രശ്നം ഇന്ന് വരെയും പരിഹരിച്ചിട്ടില്ല. അറിയാവോ? അത് പ്രശ്നമായി, എനിക്ക് പ്രശ്നമായി, എനിക്ക് ശാപമായി, എനിക്ക് ബുദ്ധിമുട്ടായി, എൻ്റെ കാര്യം ഇങ്ങനെയാ, ഞാൻ ചെയ്തതൊന്നും വിജയിച്ചിട്ടില്ല, എനിക്കെന്തോ ശാപം കിട്ടിയിട്ടുണ്ട്, എൻ്റെ വീട്ടിലെന്തോ പ്രശ്നമുണ്ട്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കുഞ്ഞിൻ്റെയും പ്രശ്നം വർഷങ്ങളായിട്ടും ഇന്ന് വരെയും പരിഹരിച്ചിട്ടില്ല, ഇനി പരിഹരിക്കുകയുമില്ല. പക്ഷെ പ്രശ്നമുണ്ടായപ്പോൾ ആ പ്രശ്നത്തെ മറികടക്കാൻ, ആ പ്രശ്നത്തിൻ്റെ മുകളിൽ കയറാൻ, അല്ലെ ആ പ്രശ്നത്തെ വകഞ്ഞു മാറ്റാൻ തിരഞ്ഞെടുത്ത വഴി ഏതാ നോക്കിക്കേ. അവർ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന ഒരു പരിഹാരമാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും ഒത്തിരി മടിയുള്ളവരാണ്. ഇസ്രായേൽ മക്കൾ നെടുവീർപ്പിട്ട് പ്രാർത്ഥിച്ചു, നിലവിളിച്ചു. അടുത്ത വാക്യം, അവരുടെ നിലവിളി, അവരുടെ നിലവിളി, അവരുടെ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തി, ദൈവത്തിന്റെ മഹനീയ സന്നിധിയിൽ എത്തി. ഗൗരവമുള്ള വാക്കാണ്, എവിടെയും ബ്രേക്ക് ഡൗൺ ആയിട്ടില്ലത്. നമ്മൾ ഇവിടെ നിന്ന് പുറപ്പെടുന്ന ബസ്സൊക്കെ ചിലപ്പോൾ കാണില്ലേ, ഏതെങ്കിലും റോഡിന്റെ സൈഡിൽ കേടായതുകൊണ്ട് നിർത്തിയിട്ടിരിക്കുന്നു. ആ ബസ്സിനുണ്ടായിരുന്ന യാത്രക്കാർ ഇറങ്ങി മറ്റേ ബസ്സിൽ കയറി ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുന്നു. എത്ര ലക്ഷം രൂപയുള്ള വാഹനമാണെങ്കിലും കേടാകാം. എത്ര വില കൂടിയ വിമാനമാണെങ്കിലും ഫ്ലൈറ്റ് ആണെങ്കിലും യന്ത്ര തകരാറുണ്ടായാൽ അത് ഏതെങ്കിലും അടുത്ത എയർപോർട്ടിൽ ഇറക്കും. ചിലപ്പോൾ അത് പത്രത്തിൽ വാർത്തയായി വരും, ഇന്ന രാജ്യത്തേക്ക് പോയ വിമാനം യന്ത്ര തകരാറ് മൂലം ഇന്ന എയർപോർട്ടിൽ ഇറക്കി എന്ന് കേൾക്കാനിട വന്നിട്ടുണ്ട്. എന്നാൽ പ്രാർത്ഥന എവിടെയെങ്കിലും കേടായെന്നോ, അതെവിടെയെങ്കിലും പോകാൻ പറ്റാതെ അത് ബ്രേക്ക് ഡൗൺ ആയി കിടന്നൊന്ന് എഴുതിയിട്ടുണ്ടോ? ഇവിടെ എഴുതിയിട്ടുണ്ട്, പ്രാർത്ഥന എവിടെ എത്തും എന്ന് എഴുതിയിട്ടുണ്ട്. പ്രാർത്ഥന ദൈവ സന്നിധിയിലെത്തും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ഇപ്പോൾ ഇവിടെ ഇരുന്ന് ദൈവത്തെ വിളിക്കുമ്പോൾ, ഇതെൻ്റെ അടുത്തുള്ള ഒരാളുടെ ചെവിയിലല്ല ഇത് എത്തുന്നത്. ഇത് ഈ ദേശത്തെ എവിടെയെങ്കിലും ഒരു പ്രധാനപ്പെട്ട വ്യക്തിയുടെ ചെവികളിലോ വീടിലോ അല്ല എത്തുന്നത്. നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന സത്യസന്ധമാണെങ്കിൽ, അകത്ത് നല്ല വിശ്വാസത്തോടെയാണെങ്കിൽ, അതാ എവിടെ എത്തുമെന്ന് കൃത്യമായി എഴുതിയിട്ടുണ്ട്. അത് ദൈവത്തിന്റെ സന്നിധിയിലെത്തും. ആമേൻ. വിശ്വസിക്കുന്നവർ മാത്രം എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പുറകെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് മനസ്സിലാക്കണം കേട്ടോ. ദൈവസന്നിധിയിൽ അത് കേടാകാതെ എത്തി, പ്രാർത്ഥന എത്തും. അടുത്ത വാക്യം, ദൈവം അവരുടെ ദീനരോദനം ശ്രവിക്കുകയും അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടി ഓർമ്മിക്കുകയും ചെയ്തു. അവിടുന്ന്, അടുത്ത വാക്യം ഇങ്ങനെയാണ്, അവിടുന്ന് അവരെ കടാക്ഷിച്ചു. ആമേൻ. ആ വാക്യം എല്ലാവരും ശ്രദ്ധിച്ച്, നല്ല ഗൗരവമുള്ള പ്രാധാന്യമുള്ളൊരു വാക്കാണ്. ദൈവം അവരെ, ദൈവം എപ്പോഴാ കടാക്ഷിച്ചത്? എപ്പോഴാ കടാക്ഷിച്ചത്? നമ്മൾ ചിലരോട് പറയില്ലേ, നിനക്ക് ദൈവ കടാക്ഷം ഉണ്ടാകട്ടെ. ചിലരുടെ മുഖത്ത് നോക്കി നമ്മൾ വീട്ടിൽ പറയില്ലേ, നല്ല ദൈവ കടാക്ഷമുള്ള ഒരാളാണ്, ആ കുടുംബം നല്ല ദൈവ കടാക്ഷമുണ്ട്. ദൈവ കടാക്ഷം, ദൈവം കടാക്ഷിച്ചു. ആരെ? പ്രാർത്ഥന ദൈവസന്നിധിയിൽ ഉയർന്നപ്പോൾ ആ ദേശത്തുള്ള ജനങ്ങളെ ദൈവം കടാക്ഷിക്കാൻ തുടങ്ങി. ആമേൻ. ഈ ദേശത്ത് ദൈവവചനം കേൾക്കുവാൻ വേണ്ടി സമയം മാറ്റിവെച്ചിരിക്കുന്നവരാണ് നിങ്ങൾ. ഇത് കേവലം ഒരു നേരം പോക്കല്ല, ദൈവം നിങ്ങളെ കടാക്ഷിക്കുന്ന സമയമാണ്. അതപ്പുറത്തെ ഒരു നേതാവ് കടാക്ഷിക്കുന്ന പോലെയോ അവിടുത്തെ ഒരു MLA കടാക്ഷിക്കുന്ന പോലെയോ അല്ല. ദൈവം കടാക്ഷിക്കുന്നത് അതിനേക്കാളൊക്കെ ഒരുപാട് വിലയുള്ളതാണ്. പ്രാർത്ഥന ഉയരുമ്പോൾ ദൈവം നിന്നെ കടാക്ഷിക്കും. പ്രാർത്ഥന ഉയരുമ്പോൾ ദൈവം നിന്റെ കുടുംബത്തെ കടാക്ഷിക്കും. പ്രാർത്ഥന ഉയരുമ്പോൾ നിന്റെ സാമ്പത്തികത്തിന്റെ മേൽ ദൈവ കടാക്ഷം ഉണ്ടാകും. ആമേൻ. പ്രാർത്ഥന ഉയരുമ്പോൾ നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവ കടാക്ഷം വരും. ആമേൻ. അതാ ആദ്യം പറഞ്ഞത്, ദൈവ കടാക്ഷം വരുമ്പോൾ അനുഗ്രഹത്തിന്റെ അളവ് കൂടിക്കൂടി വരും. തിന്മയുടെ സ്വാധീനങ്ങളോ അത് കുറഞ്ഞു കുറഞ്ഞു പൊട്ടി ദ്രവിച്ച് പോകും. ഇത് രണ്ടും ഇന്ന് സംഭവിക്കും.
നിങ്ങളിൽ, നിങ്ങളുടെ കുടുംബങ്ങളിൽ ദൈവാനുഗ്രഹത്തിൻ്റെ അളവ് കൂടി വരട്ടെ. ആമേൻ. പ്രാർത്ഥന ഉയരുമ്പോൾ ദൈവകടാക്ഷം ഉണ്ടായി. മൂന്നാമത്തെ വാക്യം, മൂന്നാമത്തെ അധ്യായം വായിക്കുകയാണ്. ഇത് വായിക്കുമ്പോൾ നല്ലൊരു ശ്രദ്ധ നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ ഇത് കേൾക്കുമ്പോൾ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇച്ചിരി നല്ല കാര്യങ്ങളാണ് ഇത് ശ്രദ്ധിക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്, പഠിക്കാനുണ്ട്. അത് വായിക്കുന്നത് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം. മോശ തന്റെ അമ്മായി അപ്പനും മിദിയാനിലെ പുരോഹിതനുമായ ജത്രോയുടെ ആടുകളെ മേയിച്ചു കഴിയുകയായിരുന്നു. ആടുകളെ മേയ്ക്കുന്ന സാധാരണ ഒരു തൊഴിൽ ചെയ്യുകയായിരുന്നു മോശ. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവൻ മരുഭൂമിയുടെ മറുഭാഗത്തേക്ക് ആടുകളെ നയിക്കവേ, നമ്മൾ കണ്ടിട്ടുണ്ട്, പച്ചപ്പുല്ലൊക്കെ ഉള്ള സ്ഥലം തേടി ആടുകളെയും പശുവിനെയൊക്കെ കൊണ്ടുപോകും. പട്ടണ പ്രദേശത്തൊന്നും ചിലപ്പോൾ അത് മനസ്സിലായി എന്ന് വരില്ല. നാട്ടുപ്രദേശത്ത് അങ്ങനെയുള്ളൊരു പതിവുണ്ട്. അവരുടെ വളർത്തു മൃഗങ്ങളെ അഴിച്ചുകൊണ്ട് പോയി പുല്ലൊക്കെ ഉള്ളിടത്ത് കൊണ്ടുപോയി കെട്ടിയിടും. മോശ തന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ആടുകളെ മരുഭൂമിയുടെ അപ്പുറത്തെ സൈഡിൽ പുല്ലുള്ള സ്ഥലത്ത് മേയ്ക്കാൻ കൊണ്ടുപോകവേ എവിടെ എത്തി എഴുതിയിട്ടുണ്ട്? ദൈവത്തിന്റെ മലയായ ഹോറബിൽ എത്തിച്ചേർന്നു. അവിടെ എഴുതിയിരിക്കുന്ന, ഞാൻ ഉപയോഗിക്കുന്ന ബൈബിളിൽ എഴുതിയിരിക്കുന്നത് എത്തിച്ചേർന്നു എന്നാണ്. ഏതാ വാക്ക്? എത്തിച്ചേർന്നു. നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ദൈവവചനം കേൾക്കാൻ ഈ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഹാളിൽ എത്തിച്ചേർന്നു. നിങ്ങളും എത്തിച്ചേർന്നവരാണ്. ഇവിടെ താമസിക്കുന്നവരല്ല നിങ്ങൾ. ഒരു കാര്യത്തിന് വേണ്ടി നേരത്തെ എല്ലാ ജോലികളും ചെയ്ത് ക്രമീകരിച്ച് വീട്ടിലെ പല ഭക്ഷണങ്ങളും ഉണ്ടാക്കി വെച്ച് വീട്ടിലെ കാര്യങ്ങൾ ക്രമീകരിച്ച് ഈ സമയമായപ്പോൾ വാഹനത്തിലും നടന്നുമൊക്കെയായി ഇവിടെ എത്തിച്ചേർന്നവരാണ്. ഇതിൻ്റെ പിന്നിൽ ഒരു ദൈവിക പദ്ധതിയുണ്ട്. എത്തിച്ചേർന്നു. നിങ്ങളും എത്തിച്ചേർന്നവരാണ്. അടുത്ത വാക്യം. അവിടെ ഒരു മുൾപടർപ്പിന്റെ മധ്യത്തിൽ നിന്ന് ജ്വലിച്ചുയർന്ന അഗ്നിയിൽ കർത്താവിന്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ദൈവത്തിന്റെ ഇടപെടൽ അവന്റെ ജീവിതത്തിൽ ഉണ്ടായി. മോശ അവിടെ എത്തിച്ചേർന്നപ്പോൾ അവിടെ നടന്നതെന്നറിയാമോ? ദൈവത്തിന്റെ ഒരു ഇടപെടൽ. ഈ വചനം നിങ്ങളിൽ എത്തിച്ചേരുമ്പോൾ, വാക്കുകൾ മറക്കരുത്, ഈ ദൈവവചനം നിങ്ങളിൽ എത്തിച്ചേരുമ്പോൾ നിങ്ങളിലും പ്രതീക്ഷിക്കാത്ത ദൈവിക ഇടപെടൽ സംഭവിക്കും. നിങ്ങളിൽ സംഭവിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വരില്ലായിരുന്നു. എന്തിനിവിടെ വന്നു? ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ. ഇത് പ്രോഗ്രാം നടക്കുന്ന ഒരു സ്റ്റേജ് മാത്രമല്ല. ഇപ്പോൾ ദൈവവചനം പ്രസംഗിക്കുന്ന ഈ സ്ഥലം ദൈവാത്മാവിന്റെ പ്രവർത്തനം നടക്കുന്ന ഒരു ഇടമായി മാറുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് പ്രോഗ്രാം നടക്കുന്ന, ഡാൻസ്, പാട്ട് പ്രോഗ്രാം മാത്രം നടക്കുന്ന ഒരു സ്റ്റേജ് ആയിരിക്കാം പണ്ട്. ഇപ്പോൾ ഈ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ ഇതൊരു കേവലം ഒരു സ്റ്റേജ് അല്ല. ദൈവം പ്രവർത്തിക്കുന്ന ഒരു ഇടമായി മാറുന്നു. വിശ്വസിക്കുന്നവർ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ എത്തിച്ചേരില്ലായിരുന്നു. ഈ വചനം നിങ്ങളിൽ എത്തുകയില്ലായിരുന്നു. എത്തിച്ചേർന്നു എന്ന വാക്കിന് ഭയങ്കര വിലയുണ്ട്, ഭയങ്കര അർത്ഥമുണ്ട്. ദൈവത്തിന്റെ പദ്ധതി ഇതിന്റെ പിറകിലില്ലായിരുന്നെങ്കിൽ ഇവിടെ നിങ്ങൾ എത്തിച്ചേരില്ലായിരുന്നു. മോശ അവിടെ എത്തിച്ചേർന്നതിന്റെ പിന്നിൽ ദൈവ പദ്ധതി ഉണ്ടായിരുന്നു. എന്തായിരുന്നു ദൈവ പദ്ധതി? അവന്റെ ജീവിതത്തിൽ ഒരു ഇടപെടൽ സംഭവിക്കാൻ വേണ്ടി. അങ്ങനെയെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാ കുടുംബങ്ങളോടും, ഒരു കുടുംബത്തിലെ ഒരു അപ്പൻ എന്ന നിലയിൽ, അമ്മ എന്ന നിലയിൽ, ഭാര്യ എന്ന നിലയിൽ, ഭർത്താവ് എന്ന നിലയിൽ, ഒരു മകൻ മകൾ എന്ന നിലയിലൊക്കെ ആയിരിക്കും ഈ കസേരയിൽ കൂടെ ഇരിക്കുന്നത്. ഒരു ശുശ്രൂഷകൻ എന്ന നിലയിലൊക്കെ ആയിരിക്കും. ദൈവം നിങ്ങളെ ഇന്ന് ഇവിടെ എത്തിച്ചത് നിങ്ങളിൽ ചില ദൈവീക ഇടപെടലുകൾ കൊണ്ടുവരാനാണ്. വിശ്വസിക്കുന്നു? അത് വിശ്വസിക്കുന്നു? ഞാനിത് വിശ്വസിക്കുന്നു. കാരണം ഞാനിത് അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എല്ലാം ഓട്ടോമാറ്റിക്കാണ്, അറിയാതെ എന്തൊക്കെയോ നടക്കുന്നതാണ്, അതൊരു പ്രോഗ്രാം അല്ലേ. പക്ഷെ അവിടെ ഇരിക്കുമ്പോഴായിരിക്കും ദൈവത്തിൻ്റെ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് അരിച്ചിറങ്ങുന്നത്. കാരണം നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്നത് എൻ്റെ തലയ്ക്കകത്തുള്ള ഒരു ആശയമല്ല. ഞാൻ വഴിയിലൂടെ വന്നപ്പോൾ കണ്ട കാഴ്ചകളല്ല ഞാൻ പ്രസംഗിക്കുന്നത്. ഞാൻ TV-യിൽ കണ്ട ഒരു പ്രോഗ്രാമിനെ കുറിച്ചുള്ള വിശദീകരണമല്ല. ഈ ദൈവവചനത്തിനകത്തുള്ള ദൈവത്തിൻ്റെ വചനമാണ് നിങ്ങളിൽ ഞാൻ എത്തിക്കുന്നത്.
അത് നിങ്ങളെ ആശ്വസിപ്പിക്കാനും ബലപ്പെടുത്താനും നിങ്ങളെ രക്ഷിക്കാനും കഴിവുണ്ട്. ആമേൻ. ഞാനിത് ഒരുപാട് കാര്യങ്ങളിൽ അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ ബുദ്ധി പോലും പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തിനോട് പ്രാർത്ഥിച്ചാൽ വലിയ കാര്യമൊന്നും നടക്കാൻ സാധ്യതയില്ലെന്ന്. പക്ഷേ 10 ദിവസം കഴിഞ്ഞപ്പോൾ, 1 മാസം കഴിഞ്ഞപ്പോൾ അതേ വ്യക്തി പറയുന്നു, ദൈവം ഇടപെട്ട് കേട്ടോ, നിങ്ങളുടെ വിഷയത്തിലോ ആ ദൈവം ഇടപെട്ടു, ഭയങ്കര അനുഭവമായി മാറി. ഞാൻ എൻ്റെ ബുദ്ധി ചിന്തിച്ചു ദൈവം ഇടപെടില്ലെന്ന്, പക്ഷെ അവരുടെ ജീവിതത്തിൽ ഇടപെട്ടു. ദൈവവചനം നമുക്ക് പരിഹരിക്കാൻ കഴിയാത്ത എത്ര വലിയ പ്രശ്നമാണേലും ദൈവത്തിന് അത് നിസ്സാരമാണ്. ആമേൻ. എളുപ്പമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതോ എൻ്റെ ജീവിതത്തിലോ നടക്കാനോ വേറെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? എൻ്റെ ജീവിതത്തിലൊന്നും നടക്കാൻ പോകുന്നില്ല, ഞാനിങ്ങനെയൊക്കെ അങ്ങ് പൊക്കോളാം, അങ്ങനെയൊന്നും പറഞ്ഞിരിക്കരുത്. നല്ല പ്രതീക്ഷയോടെ ഇരിക്കുക. എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നേ, അല്ലെങ്കിൽ ഞാനിവിടെ വരില്ലായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ദൈവം ഇവിടെ കൊണ്ടുവരില്ലായിരുന്നു, ഈ വചനം നിങ്ങളോട് പ്രസംഗിക്കില്ലായിരുന്നു. ദൈവത്തിന്റെ പദ്ധതി നിങ്ങളിൽ നടക്കും, ദൈവത്തിന്റെ ഇടപെടൽ നിങ്ങളിൽ സംഭവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വാക്യം വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. മുൾപടർപ്പ് കത്തി ജ്വലിക്കുകയായിരുന്നു. അപ്പോൾ മോശ കണ്ട ഒരു കാര്യമാണെന്ത്? അവിടെ കിടക്കുന്ന മുൾപടർപ്പ്, മുള്ള് കത്തിക്കൊണ്ടിരിക്കുന്നു. ഞാനും ഒരുപാട് കണ്ടിട്ടുണ്ട് മുള്ള് കത്തുന്നത്, പക്ഷേ ഒന്നും പ്രത്യേകതയായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. അത് കത്തും, കുറച്ച് കഴിയുമ്പോൾ ചാരമായി അവിടെ കൂടി കിടക്കും. മുൾപടർപ്പ് നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തുള്ള, നമ്മുടെ ആ പറമ്പിലൊക്കെയുള്ള മുള്ളുകളൊക്കെ നമ്മൾ തൂമ്പയ്ക്കോ വാക്കത്തേക്കോ വെട്ടിക്കൂത്തി അവിടെ ഇടും. അത് തീയിട് കഴിയുമ്പോൾ അത് കത്തും, അത് തീരും, സാധാരണ പോലെ അത് അവസാനിക്കും. പക്ഷെ മോശ കണ്ടു ഒരു അസാധാരണത്വം, നോർമലല്ല, എന്തോ ഒരു പ്രത്യേകത. ആ മുൾപടർപ്പ് കത്തുന്നുണ്ട്, പക്ഷെ എന്ത് സംഭവിക്കുന്നില്ല? അത് എരിഞ്ഞ് ചാമ്പലായില്ല, അത് തീരുന്നില്ല. നോർമൽ അല്ലത്. മോശ കുറച്ചു നേരം അത് നോക്കി. ഇങ്ങനെ ആരെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട് ചിലരെ. ഒരു മനുഷ്യൻ അനുഭവിക്കാൻ കഴിയുന്നതിനേക്കാൾ പ്രശ്നം, എന്നിട്ടും അയാൾ വളരെ പ്രതീക്ഷയോടെ ജീവിക്കുന്നു. മുൾപടർപ്പ് കത്തിക്കൊണ്ടിരിക്കുന്നു. ഇത്രയും വലിയ പ്രശ്നത്തിന്റെ നടുവിലും ആ മുൾപടർപ്പ് കത്തി ചാമ്പലാകുന്നില്ല. മുൾപടർപ്പെന്ന് പറയുമ്പോൾ തേക്കോ ഈട്ടിത്തടിയോ പ്ലാവിൻ്റെ കമ്പ് എന്നൊന്നും ചിന്തിക്കരുത്. മുൾപടർപ്പാണ്. പറഞ്ഞ 5 മിനിറ്റ് വേണ്ട കത്തിച്ചാമ്പലായി ചാരമാകാൻ. വല്ല തേക്കോ ഈട്ടിത്തടിയോ ഒക്കെ ആണെങ്കിൽ മണിക്കൂറുകൾ ചിലപ്പോൾ നിന്ന് കത്തുമായിരിക്കാം. അതിലൊന്നും അസാധാരണത്വമില്ല. ഈട്ടിത്തടി കത്തുന്നത് പോലെ നിന്ന് കത്തുന്ന ഒരു മുൾപടർപ്പ്. ഞാൻ എൻ്റെ ഒരു കാര്യം നിങ്ങളോട് പറയാം. എന്തിനാ മോശ ഇത് കാണിച്ചെന്നറിയാമോ? എന്തിനായിരിക്കും മോശ ഇത് കാണിച്ചത്? മോശയെ കാണിച്ചത് ഞാൻ ചിന്തിക്കുവാണ്. മോശയോട് ദൈവം പറഞ്ഞു, ഈ മുൾപടർപ്പ് കത്തുന്നത് പോലെ പല പ്രശ്നങ്ങളും നിൻ്റെ മേത്ത് വരും, പല ഒറ്റപ്പെടലും നിനക്ക് വരും, പല പ്രയാസങ്ങളും നിൻ്റെ ജീവിതത്തിൽ നിന്ന് കത്തും. പലരും നിന്നെ കളിയാക്കും, പലരും നിന്നെ ഒഴിവാക്കും, പലരും ഓടിക്കും, പലരും പിറുപിറുക്കും. തീ കത്തണത് പോലെ നീ നിന്ന് കത്തും, പക്ഷെ നീ തകർന്നു പോകത്തില്ല, നീ നശിച്ചു പോകത്തില്ലെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രശ്നങ്ങളുടെ മുമ്പിൽ പതറിപ്പോയവരല്ലേ കൂടുതൽ? പ്രശ്നങ്ങളുടെ മുമ്പിൽ ഡൗണായി പോയവരല്ലേ കൂടുതൽ? അവരാ കൂടുതൽ. പ്രശ്നങ്ങളെ അതിജീവിച്ചവർ കുറവാ. പ്രശ്നങ്ങളെ എങ്ങനെ ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു പ്രയാസത്തിനും പ്രതിസന്ധിക്കും നിന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. ആമേൻ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. വളരെ നല്ല കാര്യമായി ഇന്ന് പ്രസംഗിക്കുന്നത്. എന്തെങ്കിലും വിളിച്ചു പറയുകയല്ല. ഇത് നിങ്ങളുടെ അകത്ത് ബുക്കിൽ എഴുതി വെക്കണം. ഹൃദയം ഒരു ഡയറി പോലെയാണ്. മറന്നു പോകാത്ത വിധത്തിൽ വീട്ടിൽ ചെന്ന് ജസ്റ്റ് എങ്കിലും ഒന്ന് വായിക്കണം. ഹൃദയമാകുന്ന ഡയറിയിൽ ഒന്ന് വേഗത്തിൽ എഴുതി വെക്കണം. ഇത് എന്തൊക്കെ നിന്ന് കത്തിക്കോട്ടെ, ദൈവം കൂടെയുള്ളവൻ ചാമ്പലാകില്ല, ദൈവം കൂടെയുള്ളവൻ ചാരമാകില്ലെന്ന്. പലരും പറയും ഇപ്പം തീരും, അവൻ്റെ കാര്യം ഒന്നും നടക്കാൻ പോകുന്നില്ല, ശരിയാകില്ല, അവനെ പ്രശ്നത്തിൽ പെട്ടുപോകും കേട്ടോ. അതിനൊക്കെ അവൻ ഈസി ആയിട്ട് കയറി വരും. അവൻ മുൾപടർപ്പാണ്, പക്ഷെ അവൻ്റെ കൂടെ നിൽക്കുന്നൊരു ദൈവം. അതാണ് അടുത്ത വാക്യം, വായിച്ചേ. അപ്പോൾ മോശ പറഞ്ഞു, ഈ മഹാദൃശ്യം, ആ വാക്ക് കണ്ടോ, ഈ മഹാദൃശ്യം. ഒരു മുൾപടർപ്പ് കത്തുന്നത് മഹാദൃശ്യമാകുന്നത് എങ്ങനെയാണ്?
മുൾപടർപ്പ് കത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ട്, എല്ലാവരും കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് വരെ ആ വാക്ക് ഉപയോഗിച്ചിട്ടില്ല, മഹാദൃശ്യം. പക്ഷേ മോശ പറഞ്ഞു ഇതൊരു മഹാദൃശ്യമാണ്. എന്നിട്ട് എന്താ ചെയ്ത് നോക്കിക്കോ, അടുത്ത വാക്യം, ഞാൻ അടുത്ത് ചെന്ന് ഒന്ന് കാണട്ടെ. ഞാനൊന്ന് അടുത്തേക്ക് ചെല്ലട്ടെ. നിങ്ങൾ എത്ര പേർ ദൈവത്തിൻ്റെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നു? അതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൻ്റെ വഴിത്തിരിവ്. ആമേൻ. കേവലം ഒരു ജോലി കിട്ടണം, എൻ്റെ പറമ്പ് വിൽക്കണം, അതിനുവേണ്ടി മാത്രം ഇവിടെ ഇരിക്കരുത്. അങ്ങനെയൊക്കെ കുറേ പേര് പ്രാർത്ഥിച്ചിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ അവരെയൊന്നും പലപ്പോഴും മഷിയിട്ട് നോക്കിയാലും എവിടെയും കാണത്തില്ല. അവരൊക്കെ അവരുടെ കാര്യം കഴിഞ്ഞ് പോയി. പക്ഷെ ചിലർ ദൈവത്തിൻ്റെ അടുത്ത് ചെന്നു. ഇന്ന് ഞാൻ പ്രസംഗിക്കുന്ന ഈ വിഷയം കേവലം ഒരു ജോലി കിട്ടാൻ വേണ്ടി മാത്രമല്ല, കേവലം ആ പറമ്പ് വിൽക്കാൻ വേണ്ടി മാത്രമല്ല, അതൊക്കെ നടന്നോളും. യേശു ഈ വചനം നിങ്ങൾക്ക് ദൈവവചനം തരുന്നത് നിങ്ങളുടെ മാനസാന്തരത്തിനാണ്, ആത്മരക്ഷയ്ക്കാണ്. എന്തിനാണ് നിങ്ങൾ വെല്ലുവായിൽ വിളിച്ച് പ്രസംഗിക്കുന്നത്? ജോലി കിട്ടാൻ വേണ്ടി മാത്രമല്ല. നിങ്ങളുടെ മാനസാന്തരം, ഒരു വ്യക്തിയുടെ മാനസാന്തരം ദൈവം അത്രയും ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഒരാളുടെ ആത്മാവ് പോലും നശിച്ചു പോകരുത്, നിങ്ങളുടെ കുടുംബം തകർന്നു പോകരുത്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകരുത്, നിങ്ങളുടെ വിശ്വാസം നശിച്ചു പോകരുത്. അതിനുവേണ്ടിയായി ഈ ദൈവവചനം ഇത്ര ശക്തമായി ഇവിടെ പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മോശ എന്നാ പറഞ്ഞത്? അവിടെ ഇരുന്ന് കത്തട്ടെ, എനിക്ക് ആടിനെ മേയ്ക്കല പണിയെന്ന് പറഞ്ഞു പോവല്ല. മോശ പറഞ്ഞു ഞാനൊന്ന് അടുത്ത് ചെന്ന് കാണട്ടെ. അടുത്ത വാക്യം, മുൾപടർപ്പ് എരിഞ്ഞ് ചാമ്പലാകുന്നില്ലല്ലോ. അതൊരു പ്രത്യേക വാക്കാണ്. മുൾപടർപ്പ് കത്തിയൊന്നും ചാമ്പലാകുന്നില്ലല്ലോ. അടുത്ത വാക്യം ശ്രദ്ധിച്ചേ, അവൻ അത് കാണുന്നതിന് അടുത്തു ചെല്ലുന്നത് കർത്താവ് കണ്ടു. അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം. അത് മരുഭൂമിയാണ്, എന്നിട്ട് പോലും മോശ അത് കാണാൻ അടുത്തു ചെല്ലുന്നത് ദൈവം കണ്ടു. നിങ്ങളിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് ദൈവം കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിശ്വാസത്തോടെ ആ ദൈവസന്നിധിയിൽ ഈ വചനം കേൾക്കുന്നതെങ്കിൽ അതിവിടെ ഇരിക്കുന്ന 100 പേരല്ല, 1000 പേരല്ല കാണുന്നത്, സ്വർഗത്തിലെ ദൈവം അത് കാണുന്നു. അതല്ലേ ഈ വചനം പറയുന്നത്. ഞാൻ പ്രസംഗിക്കുന്നത് ദൈവം കാണുന്നു, ഞാൻ ദൈവവചനം എടുത്ത് പിടിച്ചിരിക്കും, ദൈവം കാണുന്നു, ദൈവം കേൾക്കുന്നു. നിങ്ങളെ ദൈവം കാണുന്നു, നിങ്ങളുടെ വീടിൻ്റെ അവസ്ഥ ദൈവം കാണുന്നു, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവം കാണുന്നു, നിങ്ങളുടെ സങ്കടം ദൈവം കാണുന്നു, ദൈവം അറിയുന്നു. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അടുത്ത വാക്യം എഴുതിയിരിക്കുന്നു, മുൾപടർപ്പിന്റെ മധ്യത്തിൽ നിന്ന് ദൈവം അവനെ വിളിച്ചു. എവിടുന്നാ വിളിച്ചത്? എവിടുന്നാ വിളിച്ചത്? മുൾപടർപ്പിന്റെ മധ്യത്തിൽ നടുക്ക് നിന്ന്. അപ്പൊ മുമ്പേ പറഞ്ഞ ഒരു കാര്യത്തിന് ഉത്തരമാണിത്. മോശ പറഞ്ഞു മുൾപടർപ്പ് കത്തിച്ചാമ്പലാകുന്നില്ലല്ലോ. അപ്പൊ ചാമ്പലാകാത്തതിന്റെ കാരണം എന്താ? അതിൻ്റെ നടുക്ക് ആരുണ്ട്? ദൈവ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ദൈവ സാന്നിധ്യമില്ലെങ്കിൽ പ്രശ്നങ്ങളുടെ മുമ്പിൽ നിങ്ങൾ പതറിപ്പോകും. എത്ര പേർ അങ്ങനെ പതറിപ്പോയി. എത്രയോ വലിയ കോടീശ്വരന്മാർ വരെ പതറിപ്പോയി. ഒരാൾ പറഞ്ഞു എനിക്ക് MLA ബന്ധമുണ്ട്, എനിക്ക് മന്ത്രിയോട് ബന്ധമുണ്ട്, ആ വ്യക്തി എൻ്റെ വീട്ടിൽ ഒരു ദിവസം താമസിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു പ്രശ്നം വന്നപ്പോൾ ആരുമില്ലല്ലോ. ഇപ്പോൾ ഒരു പ്രതിസന്ധി വന്നപ്പോൾ എന്ത് ചെയ്യും അവരൊക്കെ? പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ നാട്ടുകാരും ഉണ്ടായിട്ട് കാര്യമില്ല. ദൈവ സാന്നിധ്യമുള്ളവനെ ആ പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കുകയുള്ളൂ, അതിജീവിക്കുകയുള്ളൂ, വിജയിക്കുകയുള്ളൂ. ഹല്ലേലൂയ. മിടുക്കന്മാർ എത്ര പേര് തോറ്റുപോയി, എത്രയോ പൈസക്കാർ തകർന്ന് താഴെ പോയി, എത്രയോ വലിയ വീമ്പടിച്ച് അഹങ്കരിച്ചിരുന്ന എന്നാ ഭാവമായിരുന്നു അവർക്ക്, എന്താ ഗമയായിരുന്നു ആ പോക്ക്, എന്താ അഹങ്കാരമായിരുന്നു ആ മുഖത്ത്. ഒന്ന് ചിരിക്കാൻ തന്നെ എന്നാ പാടായിരുന്നു, കണ്ടാലൊന്ന് മിണ്ടാൻ വരെ എന്നാ മടിയായിരുന്നു. പണം, വീട്, കാറ്. പക്ഷെ ഇപ്പൊ കരയുകയാണല്ലോ പലരും. പ്രശ്നങ്ങളുടെ മുമ്പിൽ അടിപതറിപ്പോകാൻ കാരണം, ചാരമാകാൻ കാരണം നിന്റെ ജീവിതത്തിന്റെ നടുക്ക് ദൈവ സാന്നിധ്യമില്ലാത്തതാണ്. വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും കേട്ടെ, ദൈവ സാന്നിധ്യമുണ്ടെങ്കിൽ പ്രതിസന്ധികൾ ആളിക്കത്തിയാലും വെല്ലുവിളികൾ ആളിക്കത്തിയാലും
നാടും നാട്ടിലുള്ളവരും മുഴുവൻ ഒറ്റപ്പെടുത്തിയാലും നീ എന്ന വ്യക്തിയോ കുടുംബമോ ചാരമാകാൻ, നശിച്ചു പോകാൻ സ്വർഗത്തിലെ ദൈവം ഒരു കാരണത്താലും അനുവദിക്കുകയില്ല. അത് പറയാൻ വേണ്ടിയാണ് ദൂരെ നിന്ന് ഇവിടെ വന്നത്. വേറൊന്നും പറയാൻ വേണ്ടി വന്നതല്ല. ദൈവം കൂടെയുള്ളവരെ തകർക്കുക സാധ്യമല്ല. മുൾപ്പടർപ്പാണെ പോലും നിന്ന് കത്തുന്നത് ഈട്ടിത്തടിയല്ല, നിന്ന് കത്തുന്നത് തേക്കും തടിയല്ല, നിന്ന് കത്തുന്നത് വെറും മുൾപ്പടർപ്പാണ്. ഓടിച്ചാൽ ഒടിയുന്ന, ചവിട്ടിക്കൂട്ടി ഒരു സ്ഥലത്ത് ഒതുക്കി വെക്കാൻ പറ്റുന്ന വളരെ നിസ്സാരമായ മുൾപ്പടർപ്പിന് ഇത്രയും ശക്തിയോ? അത് മുൾപ്പടർപ്പിന്റെ ശക്തി അല്ല കുഞ്ഞെ, അതിനകത്ത് നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തിന്റെ ശക്തിയാണ്. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എന്നെ ഇഷ്ടപ്പെടുത്തിയ വാക്കേതെന്നറിയാമോ? മരുഭൂമിയാണ്. ഇതുപോലെ ടൗണല്ല, കടകളില്ല, വീടില്ല, റോഡില്ല, ആളുകളില്ല. മോശ ആ മരുഭൂമിയിൽ അങ്ങോട്ട് നടന്നു ചെല്ലുന്നത് ആര് കണ്ടു? ആര് കണ്ടു? ദൈവം കണ്ടു. അപ്പോൾ നമ്മൾ കാണാത്തൊരു കണ്ണ് നമ്മളെ കാണുന്നുണ്ട്. എല്ലാവരെയും കാണുന്നുണ്ട്. നമ്മൾ നോക്കുമ്പോൾ കാണുന്നില്ല, പക്ഷെ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം നിന്നെ കാണുന്നുണ്ട്. ചിലപ്പോൾ നീ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരാളായിരിക്കും, ദൈവം നിന്നെ കാണുന്നുണ്ട്. നീ സങ്കടം കൊണ്ട്, കടബാധ്യത കൊണ്ട് മരിക്കണോ ജീവിക്കണോ എന്ന ഒരു സ്റ്റാൻഡിൽ നിൽക്കുന്ന ഒരാളായിരിക്കും, ചിന്തിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. ദൈവം നിന്നെ കാണുന്നുണ്ട്. ഞാൻ പഠിച്ചു, ഭയങ്കരമായിട്ട് പഠിച്ചു, പക്ഷെ ഒരു ജോലിയും കിട്ടിയിട്ടില്ല. ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. ദൈവം നിന്നെ കാണുന്നുണ്ട്. ജീവിത പങ്കാളിയുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത, ഒറ്റപ്പെട്ടു പോയ സാഹചര്യം, പലരും ജീവിതത്തിൽ നിന്ന് പിണങ്ങിപ്പോയ സാഹചര്യം, വെച്ച് വിളമ്പി തരാൻ പോലും ഒരാളില്ലാത്ത വിധത്തിൽ ഒറ്റപ്പെട്ടു പോയ നീ ആയിരിക്കാം ഒരു പക്ഷെ ദൈവം നിന്നെ കാണുന്നു. ബൈബിളിൽ എഴുതിയിരിക്കുന്നു ദൈവം എന്നെ കാണുന്നു. ഇവിടെ നിൽക്കുന്ന എൻ്റെ ധൈര്യം എൻ്റെ ആരോഗ്യമല്ല, ഇവിടെ നിൽക്കുന്ന എൻ്റെ ധൈര്യം എന്നെ കാണുന്ന ഒരു ദൈവമുണ്ടെന്നുള്ളതാണ് എൻ്റെ ധൈര്യം, എൻ്റെ ബലം. അല്ലാതെ നിങ്ങൾ ഇത്രയും പേര് ഇരിക്കുന്നു എന്നുള്ളതല്ല എൻ്റെ ബലം. അല്ലാതെ കുറേ പേര് എൻ്റെ ഫോണിൽ കുറേ കോണ്ടാക്റ്റ് ഉണ്ട്, അതൊന്നുമല്ല എൻ്റെ ബലം. ദൈവം എന്നെ കാണുന്ന, എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളതാണ് എൻ്റെ ബലം, എൻ്റെ ധൈര്യം. ആ ധൈര്യത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അടുത്ത വാക്യം വായിക്കുമ്പോൾ 8ാമത്തെ വാക്യം ഒന്ന് വായിക്കുകയാണ്. 8ാമത്തെ വാക്യം, ഈജിപ്തുകാരുടെ കയ്യിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ. അപ്പോൾ ഇവരെവിടെയായിരുന്നു? ഈജിപ്തുകാരുടെ ഒരു വലയത്തിനകത്തായിരുന്നു. നിങ്ങൾ ഏതെങ്കിലും സ്വന്തം കഴിവുകൊണ്ട് രക്ഷപ്പെടാൻ കഴിയാത്ത വിധം ഏതെങ്കിലും ഒരു വലയത്തിനകത്താണോ? ചിലപ്പോൾ നിങ്ങൾ പറയും, എൻ്റെ വീട് ഭയങ്കര അസ്വസ്ഥതയാണ്, വഴക്കാണ്, ബഹളമാണ്, കുടുംബജീവിതം തകർന്നു കിടക്കുകയാണ്. നിങ്ങൾ ഏതോ ഒരു പ്രയാസത്തിൻ്റെ വലിയൊരു വലയത്തിലാണ്. പലരും പറഞ്ഞു നോക്കി, ഈ പ്രശ്നം പരിഹരിക്കാൻ നടക്കുന്നില്ല, പുറത്തു കിടക്കാൻ പറ്റുന്നില്ല. പക്ഷെ ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് വരുന്നത് എന്തിനാണെന്നറിയാമോ? നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൈവം വരുന്നത് ഈ വലയത്തിൽ നിന്ന്, ഈ പ്രതിസന്ധിയിൽ നിന്ന് നിന്നെ മോചിപ്പിക്കാൻ. ആ വാക്ക് പറഞ്ഞേ, മോചിപ്പിക്കാൻ. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാവരും ഈ വാക്ക് സീരിയസ് ആയിട്ടൊന്ന് എടുത്തേ. മോചിപ്പിക്കാൻ. എല്ലാവർക്കും പറ്റില്ലെന്നേ മോചിപ്പിക്കാൻ. എല്ലാവർക്കും ഒന്നും പറ്റില്ലെന്നേ മോചിപ്പിക്കാൻ. വീരവാദം ഇറക്കാനൊക്കെ എല്ലാവർക്കും പറ്റും. വലിയ വർത്താനമൊക്കെ, വായിക്കൊള്ളാത്ത വർത്താനം പറയാൻ എല്ലാവർക്കും പറ്റും. അവരുടെയൊക്കെ വർത്താനം കേട്ടാൽ നമുക്ക് തോന്നും ഇയാളെല്ലാം ചെയ്തു തരുമെന്ന്. ഒന്നും ചെയ്യത്തില്ല. ആ വർത്താനം മാത്രമേ ഉള്ളൂ, ആ ഒരു പൊള്ളയായ വാക്ക് മാത്രമേ ഉള്ളൂ. അതിലൊന്നും വിശ്വസിക്കരുത്. എന്നാൽ വിശ്വസിക്കാൻ കൊള്ളുന്നൊരു വാക്ക്, നിന്നെ മോചിപ്പിക്കും. ആര്? ദൈവം നിന്നെ മോചിപ്പിക്കും. എപ്പോൾ? നീ കയ്യും കെട്ടി ഇരിക്കുമ്പോൾ മാത്രമല്ല. ഇതിന് ദൈവവചനം കേൾക്കുമ്പോൾ പുറംതിരിഞ്ഞ് നിൽക്കുന്നവരുടെ ജീവിതത്തിലല്ല. നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസിയാണോ, ഒരു ഭക്തനാണോ, ദൈവം നിന്നെ മോചിപ്പിച്ചിരിക്കും. ആഗ്രഹമുണ്ട്, നല്ലൊരു കുടുംബജീവിതം എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എന്തോ പറ്റുന്നില്ല. എൻ്റെ ഈ കൂട്ടുകെട്ട് അത്ര ശരിയല്ലെന്ന് എനിക്കറിയാം, പക്ഷെ പറ്റുന്നില്ല മാറ്റാൻ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ കഴിവ് കൊണ്ട് മാറ്റാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവവചനം വ്യക്തമായി പറയുന്നു, ദൈവത്തിന് നിന്നെ മോചിപ്പിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ദൈവത്തിന് നിന്നെ രക്ഷിക്കാൻ കഴിയുമെന്ന്. അങ്ങനെ രക്ഷിക്കുന്ന ദൈവത്തിന്റെ പേരാണ് യേശു ക്രിസ്തു.
ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ പേര് രക്ഷകൻ, ഏകരക്ഷകൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. രക്ഷിക്കുന്നവനെയാണ് രക്ഷകൻ എന്ന് വിളിക്കുന്നത്. ദൈവം നിങ്ങളെ രക്ഷിക്കും, പ്രതിസന്ധികൾ മാറ്റും, തടസ്സങ്ങൾ മാറ്റും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീണ്ട 11 പ്രാവശ്യം IELTS പരീക്ഷ എഴുതി തോറ്റുപോയി. 11 പ്രാവശ്യം എഴുതി തോറ്റു. അവരുടെ ജീവിത പങ്കാളി പറഞ്ഞു, ഇനി മേലാൽ IELTS എന്ന വാക്ക് പോലും വീട്ടിൽ മിണ്ടിയേക്കരുത്, ഇനി ഇത് പറയരുത്, നഷ്ടമാണ്, എത്ര പൈസ കളഞ്ഞത്. പക്ഷെ ആ വ്യക്തി മടുത്ത് തിരിഞ്ഞു പോവുകയാണ്. അപ്പോഴാണ് പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചത്. അപ്പോൾ ദൈവത്തിൽ ഒരു സ്വരം കേട്ടു, 11 പ്രാവശ്യം നീ തോറ്റാലും പേടിക്കേണ്ട കുഞ്ഞെ, 12 ജയിച്ചെങ്കിലോ അടുത്തത് നിന്റെ വിജയമാണ്, അടുത്തത് നിന്റെ വിജയമാണ്. ആ വ്യക്തി ഒരു പ്രാവശ്യം കൂടി എഴുതി, ആ വ്യക്തി വിജയിച്ചു. അവിടെ കൊണ്ട് നിർത്തി തിരിഞ്ഞു പോയായിരുന്നെങ്കിലോ ഈ വിജയം ഉണ്ടാകില്ലായിരുന്നു. നിന്റെ വിജയം അടുത്താണ്, അടുത്ത വിജയം നിനക്കാണ്. അടുത്ത ഇടപെടൽ, ദൈവിക ഇടപെടൽ നിന്റെ ജീവിതത്തിലാണ്. വിശ്വസിച്ച് നോക്ക്, അടുത്ത അനുഗ്രഹം എൻ്റെ വീട്ടിലാണ്. അടുത്ത നന്മ എനിക്ക് ദൈവമാ തരാൻ പോകുന്നത്, അടുത്ത നന്മ എനിക്കാ ദൈവം തരാൻ പോകുന്നത്. ഇനി ഒരു അഭിഷേകം ദൈവം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുന്നത് എൻ്റെ ജീവിതത്തിലായിരിക്കും ആദ്യം. ഈ ജനത്തെ ആ ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങുവാണെങ്കിൽ ആദ്യം എന്നെ ആയിരിക്കും ദൈവം അനുഗ്രഹിച്ചു തുടങ്ങുന്നത്. ഞാനത് വിശ്വസിച്ച് അങ്ങനെ പ്രസംഗിക്കുകയാണ്. ദൈവം നിന്നെ അനുഗ്രഹിക്കും, ദൈവം നിന്നെ വിമോചിപ്പിക്കും. അവിടെ എഴുതിയിട്ടുണ്ട്, വിമോചിപ്പിക്കാനും. എന്നിട്ടോ അവിടെ നിന്ന് എവിടെ നിന്ന്? ആ പ്രയാസത്തിൽ നിന്ന്, ആ പ്രതിസന്ധിയിൽ നിന്ന്, ആ വെല്ലുവിളിയിൽ നിന്ന്, ആ രോഗത്തിൽ നിന്ന്, ആ കടബാധ്യതയിൽ നിന്ന്, ആ മനസ്സും അടുത്ത് ഡെസ്പായ അവസ്ഥയിൽ നിന്ന്, അവിടെ നിന്ന് ക്ഷേമകരവും നല്ല വാക്കാണത്, ക്ഷേമകരവും വിസ്തൃതവും ഒരുപാട് ദൂരം ഉള്ള വിസ്തൃതവും തേനും പാലും ഒഴുകുന്ന എന്ന് പറഞ്ഞാൽ അത് ഒരു സമൃദ്ധിയുടെ അടയാളമാണ്. ഇത്രയും നാൾ അങ്ങനെ ഇല്ലായിരുന്നു. ഒരു തേനും ഒരു പാലും ഇല്ലായിരുന്നു. കഷ്ടപ്പാടും ദുഃഖവും വിഷമവും സങ്കടവും കണ്ണുനീരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദൈവം അവിടുന്ന് വിമോചിപ്പിക്കുമ്പോൾ കണ്ണുനീരിന്റെ സ്ഥാനത്ത് തേനും പാലും സന്തോഷത്തിന്റെ ചില അടയാളങ്ങൾ ദൈവം കൊണ്ടുവരുന്നു. അടുത്ത വാക്യം, തേനും പാലും ഒഴുകുന്നതുമായ ഒരു ദേശത്തേക്ക്, മറ്റൊരു ദേശത്തേക്ക് കാനാന്യർ, ഹിത്യർ, അമോര്യർ, പെരീസ്യർ, ഹിവ്യർ, ജബൂസ്യർ എന്നിവർ അധിവസിക്കുന്ന സ്ഥലത്തേക്ക്. അടുത്ത വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവരെ നയിക്കാനുമാണ്. ആ വാക്ക് അവിടെ നിർത്തിക്കേ, അവരെ നയിക്കാനുമാണ്. ആ വാക്ക് എല്ലാവരും നയിക്കുക. എന്താണ് അപ്പൊ നയിക്കുന്നത്? ആരാ? നിന്റെ ഇപ്പോഴത്തെ പ്രയാസത്തിൽ നിന്ന് നല്ല ഒരു അന്തരീക്ഷത്തിലേക്ക് നയിക്കുന്നത് ആരാ? ദൈവമാണ്. ഹല്ലേലൂയ. എങ്ങനെ ആ വാക്കൊന്ന് പറഞ്ഞ്, നയിക്കുന്ന ദൈവം. എൻ്റെ ഈ തകർന്നടിഞ്ഞ ഈ അവസ്ഥയിൽ നിന്ന് നല്ലൊരു കാലത്തിലേക്ക് നയിക്കുന്ന ദൈവം. അങ്ങനെ നയിക്കാനാണ് അടുത്ത വാക്യം നോക്കിക്കേ, ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. എങ്ങനെ വന്നിരിക്കുന്നത്? ഇറങ്ങി വന്നിരിക്കുന്നത്. ഒന്ന് പറഞ്ഞേ, ഇറങ്ങി വന്നിരിക്കുന്നത്. ഇപ്പൊ ദൈവം ഇറങ്ങി വന്നിരിക്കുന്നത് ആരുടെയെങ്കിലും സ്വാധീനം കൊണ്ടാണോ? നമ്മൾ ചിലരെയൊക്കെ ഇവിടെ കൊണ്ടുവരുന്നത് പൊളിറ്റിക്കൽ സ്വാധീനം ഉപയോഗിച്ചാണ്. ഇപ്പൊ ചിലർ പറയില്ലേ, എൻ്റെ സ്വാധീനം കൊണ്ടോ ഞാൻ അത്രയും വലിയൊരാളെ ഈ സ്റ്റേജിൽ കൊണ്ടുവന്നത്, അത്രയും വലിയൊരാളെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ കൊണ്ടുവന്നത് എൻ്റെ സ്വാധീനം കൊണ്ടാണ്. നിങ്ങളുടെ സ്വാധീനം കൊണ്ട് പലരെയും കൊണ്ടുവരാൻ പറ്റും, എന്നാൽ ഇത് സ്വാധീനം കൊണ്ടല്ല. ഇസ്രായേൽ ജനങ്ങൾ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് ദൈവം ഇറങ്ങി വന്നത്. പ്രാർത്ഥന ഉയരുമ്പോൾ ദൈവം ഇറങ്ങി വരും. അത് പ്രശ്നത്തിന് പരിഹാരമായി മാറും. ദൈവം പ്രശ്നത്തിന് പരിഹാരം കൊണ്ടുവരും. അവിടെ ഈ 3-ാം അധ്യായം വായിക്കുമ്പോൾ എന്നാ തോന്നുന്നറിയോ? നാളുകളായി അനുഭവിച്ച പ്രയാസങ്ങൾക്ക് ദൈവം ഒരു ഉത്തരം കൊണ്ടുവരുക. നാട്ടുകാർ കൊണ്ടുവന്ന ഉത്തരമല്ല ഇത്, ദൈവം കൊണ്ടുവന്ന ഉത്തരമാണ് ഇത്. ഈ 3-ാം അധ്യായം നിങ്ങളുടെ ജീവിതത്തിലും വരും. ഈ 3-ാം അധ്യായം ദൈവം പ്രസംഗിക്കുന്ന എൻ്റെ ജീവിതത്തിൽ വരും. ഇവിടെ ഇരിക്കുന്ന ആ പുറത്ത് നിൽക്കുന്ന എല്ലാവരുടെ ജീവിതത്തിലും വരും. 3-ാം അധ്യായം എഴുതാൻ പറ്റും നമുക്കെല്ലാം. ജീവിതത്തെ നോക്കിയിട്ട് ദൈവം ഇടപെട്ടു എന്ന് പറയും, അതൊരു 3-ാം അധ്യായമാണ്. അങ്ങനെയൊക്കെ ഒരു 3-ാം അധ്യായം ഉണ്ടായിരുന്നത് കൊണ്ടാണ് പലരും ഇന്ന് ജീവിച്ചിരിക്കുന്നത് പോലും. ഇങ്ങനെ ഒരു ദൈവിക ഇടപെടൽ ഇല്ലായിരുന്നെങ്കിൽ പണ്ടേ ചിലപ്പോൾ മണ്ണായി പോയേനെ, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പൊട്ടബുദ്ധിക്ക് ചെയ്ത് കൂട്ടിയേനെ.
ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, ദൈവം നിങ്ങളിൽ ഇടപെടുന്നുമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ വചനം അരിച്ചരിച്ചരിച്ചരിച്ചരിച്ച് ജീവിതത്തിലേക്ക് ഇറങ്ങി ചെല്ലട്ടെ. അത് പ്രതീക്ഷിക്കാത്ത വിടുതലുകളെ കൊണ്ടുവരും. ഈ 3-ാം അധ്യായം വായിക്കുമ്പോൾ അടുത്ത വാക്യം ഇങ്ങനെയാണ്. 11-ാമത്തെ വാക്യമാണ് വായിക്കുന്നത്. മോശ എന്ന് പറയുന്ന വ്യക്തിയോട് ദൈവം പറഞ്ഞു. ഇനിയുള്ള കാര്യം ശ്രദ്ധിക്കണം. മോശ എങ്ങനത്തെ ആളായിരുന്നു? പറയാൻ, നമ്മളെപ്പോലെ പറയാൻ കഴിവില്ലാത്ത ഒരു വിക്കനായ മനുഷ്യനായിരുന്നു. ആര്? മോശ. അതിനേക്കാൾ കഴിവുള്ളവരാണ് നമ്മളെല്ലാവരും. നമുക്കാർക്കും ഇതുപോലെ വിക്കില്ല. വിക്കുള്ള ഒരാൾ പറഞ്ഞാൽ നമ്മൾ മൈൻഡ് ചെയ്യാനും പോകത്തില്ല. ഇയാൾ എന്നാ ഈ പറയുന്നതെന്ന് ചിന്തിക്കും. നമ്മൾ അങ്ങോട്ട് മാറി ചിരിച്ചോണ്ട് പോകും. പക്ഷെ രാജ്യത്തെ വിറപ്പിച്ച ശബ്ദം മോശയുടേതാണ്. രാജാവ് വരെ പേടിച്ചു ഈ വാക്കിന്റെ മുമ്പിൽ. വിക്കനോ? ദൈവം നിന്റെ ജീവിതത്തോട് ചേർന്നാൽ നിന്റെ വിക്ക് നിനക്കൊരു പ്രശ്നമാകില്ല. നീ എന്ന വ്യക്തിയെ ഒരു അത്ഭുതമാക്കി മാറ്റാൻ ദൈവത്തിന് സാധ്യമാണ്. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു. അപ്പോൾ മോശയോട് പറഞ്ഞ വാക്ക് വായിക്കുകയാണ്. 11-ാമത്തെ വാക്യം. മോശ ദൈവത്തോട് പറഞ്ഞു, വിക്കനായ മോശയോട് ദൈവം പറഞ്ഞു, നീ ഇസ്രായേൽക്കാരെ രക്ഷിക്കണം. അപ്പോൾ മോശ ദൈവത്തോട് പറഞ്ഞ വാക്കാണിത്. മോശ ദൈവത്തോട് പറഞ്ഞു, ഫറവോയുടെ അടുക്കൽ പോകാനും ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനും ഞാൻ ആരാണ്? എനിക്കതിനെവിടെയാണ് യോഗ്യത? ആരോടാ ചോദിച്ചത്? മോശ ദൈവത്തോട്, സർവശക്തനായ ദൈവത്തോട് ചോദിച്ചു, എനിക്ക് യോഗ്യതയില്ല. നിങ്ങൾ ചിലപ്പോൾ ഇതുപോലൊക്കെ നമ്മൾ ദൈവത്തോടും മനുഷ്യരോടും പറയും, രക്ഷപ്പെടാനുള്ള ഭാഗ്യമൊന്നും എനിക്കില്ല. എൻ്റെ വീട് ഒരു പൊട്ട കുടുംബമാണ്. എൻ്റെ വീടൊക്കെ വെറും നാശിച്ചു കിടക്കുന്ന വീടാണ്. എനിക്ക് ആരും എന്നെ സഹായിക്കാനില്ല. ഞാൻ എങ്ങനെ രക്ഷപ്പെടാനാണ്? മോശ ഇത് പറഞ്ഞ കേട്ടപാടെ ദൈവം ഓടിപ്പോകുന്നതായിട്ടല്ല കാണുന്നത്. എൻ്റെ കുറവും എൻ്റെ നിസ്സഹായ അവസ്ഥയും ദൈവത്തിനും അറിയാം. മറക്കരുത്. ഒരാൾ പറഞ്ഞതുപോലെ എൻ്റെ കഴിവും എൻ്റെ കുറവുകളും ബലഹീനതകളും നിസ്സാരതകളും വിക്കും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയും കോംപ്ലക്സും പല സാഹചര്യം പുറകോട്ട് മാറുന്ന അവസ്ഥയും മുറിവേറ്റ മനസ്സും ദൈവത്തിനറിയാം. പറഞ്ഞേ ഹല്ലേലൂയ. ഒരാൾ പറഞ്ഞു, എനിക്ക് വിദ്യാഭ്യാസം ഇല്ല, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെടത്തില്ല. അതാ മനുഷ്യന്റെ അകത്തുള്ള ചിന്തയാണ്, ഞാൻ രക്ഷപ്പെടില്ല, എൻ്റെ ഈ വിദ്യാഭ്യാസം ഇതുകൊണ്ട് എവിടെ രക്ഷപ്പെടാനാണ്? പക്ഷെ ദൈവത്തിന് നിന്നെ രക്ഷപ്പെടുത്താൻ പദ്ധതിയുണ്ടെങ്കിലോ നീ ആയിട്ട് ആ വാതിൽ അടച്ചു കളയരുത്. ദൈവം ഇടപെട്ടാൽ നിന്റെ കുറവൊരു പ്രശ്നമാകില്ല. നിന്റെ കുറവ് നിനക്കൊരു അനുഗ്രഹമാകാൻ തുടങ്ങും. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കുടുംബത്തിലെ ഒരു മകൾ പറഞ്ഞു, എൻ്റെ അമ്മ മരിച്ചുപോയി, അതുകൊണ്ട് എൻ്റെ പപ്പ 2ാമത് കല്യാണം കഴിച്ചു. വീട്ടിൽ എനിക്ക് സന്തോഷവുമില്ല, സ്നേഹവുമില്ല, എന്നെ ഒറ്റപ്പെടുത്തുന്നുണ്ട്, എന്നെ പഠിപ്പിക്കാൻ പോലും പൈസയില്ല. അത്ഭുതം എന്ന് പറയട്ടെ, അത്ഭുതം, വലിയ അത്ഭുതം. യാദൃശ്ചികമായി ഒരു കുടുംബം ആ വ്യക്തി ഏറ്റെടുത്ത് പഠിപ്പിക്കാൻ തീരുമാനിച്ചു. ആര് പറഞ്ഞു രക്ഷപ്പെടില്ലെന്ന്? രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞു പോകാൻ വരട്ടെ. ദൈവത്തിന് നിന്നെ രക്ഷിക്കാൻ പദ്ധതിയുണ്ടെങ്കിൽ രക്ഷപ്പെടുത്താനുള്ള വഴികൾ ദൈവം കൊണ്ടുവരാൻ തുടങ്ങും. വ്യക്തികളെ ആണേലും സാഹചര്യങ്ങളെ ആണേലും ദൈവം അവിടെ കൊണ്ടുവരും. അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. മനുഷ്യർക്ക് അസാധ്യം, ദൈവത്തിന് വിശ്വസിക്കുന്നവർ ഉറക്കെ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ. പോരാ, സ്വരമുയർത്തി പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വാക്യം. മോശ ചോദിച്ചു, ഞാൻ ആരാണ്? എന്നെ കൊണ്ടൊന്നും ആകത്തില്ല, എനിക്കൊന്നും അത്രയും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. മോശയ്ക്ക് അന്നേരെ തോന്നിയത് ഞാൻ കൊള്ളത്തില്ലെന്നാണ്, കൊള്ളില്ല, ശരിയാകില്ല എന്നാണ് മോശയ്ക്ക് തോന്നിയത്. അപ്പോൾ ദൈവം പറഞ്ഞ വാക്ക് നോക്കൂ. അവിടുന്ന് അരുൾ ചെയ്തു. ഇത് കേട്ടപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, ഞാൻ പോവാണെന്നല്ല പറഞ്ഞത്, ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. ഒരു കുറവുണ്ടെന്ന് പറഞ്ഞപ്പോൾ, ഞാൻ അതിന് യോഗ്യനല്ലെന്ന് പറഞ്ഞപ്പോൾ ഉപേക്ഷിച്ചു പോകുന്നൊരു ദൈവത്തെ ഈ ഭാഗത്ത് കാണുന്നില്ല. പിന്നെയോ കുറച്ചുകൂടെ ആ വ്യക്തിയെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവത്തെ കാണുന്നു. ഇതാണ് ദൈവം, ഇതാണ് ദൈവത്തിന്റെ സ്വഭാവം. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ പറയുകയാണ്, എൻ്റേതൊരു
ഒരു പൊട്ട കുടുംബം, ഒരു പ്രാർത്ഥനയില്ല, എൻ്റെ കുടുംബത്തിലെ ആളുകൾ ദൈവവിശ്വാസിയല്ല, എൻ്റെ കുടുംബം ഒരു നശിച്ചു കിടക്കുന്ന വീടാണെന്നൊക്കെ ചിന്തിക്കുമായിരിക്കാം. നിങ്ങൾ അങ്ങനെ ദൈവത്തോടാ പറയുന്നെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെ ദൈവം ആ ബുക്കിൽ നിന്ന് എഴുതി ഉപേക്ഷിക്കുകയല്ല, നിന്റെ കുടുംബത്തെ ആയിരിക്കും ദൈവം കുറച്ചുകൂടെ ചേർത്ത് പിടിക്കുന്നത്. ഞാൻ ദൈവത്തോട് പറയുകയാണ്, ദൈവമേ എനിക്ക് യോഗ്യതയില്ല, എനിക്ക് കുറവുണ്ട്, എനിക്ക് ബലഹീനതകളുണ്ട്, ഞാനൊരു പാപിയാണ്. ഇത് കേൾക്കുമ്പോൾ ദൈവം എൻ്റെ അടുത്ത് നിന്ന് ഓടുകയല്ല ചെയ്യുന്നത്, ദൈവം എന്നെ ചേർത്ത് പിടിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അതങ്ങനെയെന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ബൈബിളിലൂടെ ദൈവം എന്നോടത് പറഞ്ഞു, ഇതാ എഴുതിയിരിക്കുന്നു. മോശ പറഞ്ഞു, ഞാൻ ആരാണ്? ഞാനൊരു വിക്കനാണ്, എനിക്ക് കഴിവില്ല. അപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ദൈവം എന്തിനാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്? എന്നെ ശക്തിപ്പെടുത്താൻ, അല്ലാതെ തളർത്താനല്ല. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാവരും കേട്ടെ, നമ്മുടെ കൂടെ നിൽക്കുന്ന പലരും നോക്കുന്നത് നമ്മളെ തളർത്താനല്ലേ? ഒന്നും വേണ്ട, വീട്ടിലുള്ളവർ തന്നെ ഒന്ന് പറഞ്ഞ് രണ്ടാമത് പറയുന്നത് തളർത്തുന്ന വാക്കുകളല്ലേ? അതും പോട്ടെ, നിങ്ങളുടെ ജീവിത പങ്കാളി പോലും നിങ്ങളെ തളർത്തിയിട്ടില്ലേ? നിങ്ങളുടെ മക്കൾ പോലും നിങ്ങളെ തളർത്തുന്ന വാക്കുകൾ പറഞ്ഞിട്ടില്ലേ? വീടിനകത്തുള്ളവർ, ഒരു മുറിക്കകത്ത് താമസിക്കുന്നവർ പോലും വളർത്തുന്ന വാക്കുകളെക്കാൾ കൂടുതൽ തളർത്തുന്ന വാക്കുകൾ പറയുമ്പോൾ ദൈവം നിന്നോട് പറയുന്നു, ദൈവം ഒരിക്കലും നിന്നെ തളർത്തുന്ന ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ ചെയ്യുകയില്ല. ദൈവം വളർത്തുന്ന, ഉയർത്തുന്ന ദൈവമാണ്. എങ്ങനെ വളർത്തും? നിന്നെ ഒഴിവാക്കിക്കൊണ്ടോ മാറ്റി നിർത്തിക്കൊണ്ടോ അല്ല, ദൈവം നിന്റെ ജീവിതത്തോട് ചേർന്ന് നിന്ന് നിന്നെ രക്ഷിക്കുമെന്ന്, നിന്റെ കുടുംബത്തെ ഉയർത്തിക്കൊണ്ടുവരുമെന്ന്. അത് വായിച്ചു കഴിയുമ്പോൾ ഇത്രയൊന്നും സ്പീഡിൽ പോകാൻ പറ്റത്തില്ല. ഇത് ഒരിക്കലും മറക്കാൻ പോലും കഴിയില്ല. മോശ ദൈവത്തോട് പറഞ്ഞു, ഞാൻ കൊള്ളൂല, അതിന് കൊള്ളത്തില്ല, എന്നാൽ ഞാൻ പോട്ടെ, വേറൊരാളെ അന്വേഷിക്കട്ടെ എന്നല്ല പറഞ്ഞത്. ദൈവം കൂടെ നിന്ന് അവനെ കൊള്ളാവുന്ന ഒരുത്തനാക്കി മാറ്റി. ആ വാക്ക് മറന്നു പോകരുത്. വീട്ടിൽ പോകുമ്പോൾ, വണ്ടി സ്റ്റാർട്ടാക്കുമ്പോൾ കേട്ടത് മറന്നു പോകരുത്. വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അത് മറന്നു പോകരുത്. മോശയെ, കഴിവില്ലാത്ത വിക്കനായ മോശയെ ദൈവം ചേർന്ന് നിർത്തിയിട്ട് കഴിവുള്ളവനാക്കി, കൊള്ളാവുന്ന ഒരുത്തനാക്കി മാറ്റി. ഈ മോശയുടെ ശബ്ദം, വാക്ക് ആ രാജ്യത്തെ വിറപ്പിച്ചു. സ്വപ്നം കാണാൻ പറ്റുമോ? ഒരു വിക്കൻ ഇവിടെ കിടന്ന് ഒച്ച വെച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനം വിറയ്ക്കുമോ? നമ്മുടെ പോലുള്ള ഒരു സംസ്ഥാനത്തെ, ഒരു രാജ്യത്തെ ജനങ്ങളെ, രാജാവിനെ പോലും വിറപ്പിക്കുന്ന ശബ്ദമായി മോശയുടെ ശബ്ദം ഒരു കാലത്ത് മാറി. ഫറവോ വരെ പേടിച്ചു. മോശയുടെ വാക്ക് കേട്ട് ഫറവോ ജനത്തെ വിട്ടയച്ചു. അത്ഭുതമുള്ള ഒരാളായി മാറി. ആര്? മോശ. ആര് കൂടെ നിന്നപ്പം? ദൈവം. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം, ദൈവം നിന്റെ കൂടെ നിന്ന് നിന്നെ കൊള്ളാവുന്ന ഒരുത്തനാക്കി മാറ്റും. നിന്റെ കുടുംബത്തെ നല്ല അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കാൻ പറ്റുന്ന ഒരു കുടുംബമാക്കി മാറ്റും. അവരും ഇവരും ചേർന്ന് നിൽക്കുന്നത് പോലെ അല്ല കേട്ടോ ദൈവം ചേർന്ന് നിൽക്കുന്നത്. അവരും ഇവരും ഒക്കെ ചേർന്ന് നിൽക്കാൻ കാരണം നിന്റെ ഇപ്പോഴത്തെ പൈസയും ഇപ്പോഴത്തെ കളറും ഓടിക്കുന്ന വണ്ടിയും സാമ്പത്തികവും ഒക്കെ കണ്ടിട്ടാണ് ചേർന്ന് നിൽക്കുന്നത്. ദൈവം ചേർന്ന് നിൽക്കുന്നത് നിന്റെ കുറവ് കണ്ടിട്ടാണ്. നിന്റെ സാമ്പത്തികം ദൈവത്തിന് ആവശ്യമില്ല. നിന്റെ കയ്യിലിരിക്കുന്ന പണമല്ല ദൈവത്തിന് ആവശ്യം. ദൈവത്തിന് നിന്റെ ബുദ്ധിയല്ല ആവശ്യം. ദൈവത്തിന് നിന്റെ കഴിവല്ല ആവശ്യം. ദൈവത്തിന് നിന്റെ മനസ്സാണ് ആവശ്യം. നിന്നെയാണ് ദൈവം ഇഷ്ടപ്പെട്ടത്. നിന്നെ ഉയർത്താനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഞാൻ എങ്ങനെ അറിഞ്ഞു? ബൈബിൾ അത് പറയുന്നു. വിശുദ്ധ ഗ്രന്ഥം അതുപോലെ തന്നെ പറയുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. തീർന്നിട്ടില്ല. അടുത്ത വാക്യം പറയുമ്പോൾ മോശ ഇനി സമയമില്ല, അനുവദിക്കപ്പെട്ട സമയത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരികയാണ്. ഇനി ഞാൻ ബൈബിളിലൂടെ മാത്രമല്ല, നിങ്ങൾക്ക് വായിച്ചു നോക്കാം. 4-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ മോശ പറഞ്ഞു, ഇതെല്ലാം കേട്ടിട്ട് മോശ പറഞ്ഞു, മോശ ദൈവത്തോട് പറഞ്ഞു, അവർ എന്നെ വിശ്വസിക്കുകയില്ല, എന്നെ ആരും വിശ്വസിക്കില്ല. നമ്മൾ നോക്കിക്കേ, ദൈവം നേരിട്ട് മോശയോട് സംസാരിച്ചപ്പോൾ മോശ മനുഷ്യരോട് പറയുന്ന പോലെ ദൈവത്തോട് പറയുവാണ്, എന്നെയൊന്നും ഇവരാരും വിശ്വസിക്കുകയില്ല, ഞാൻ പറഞ്ഞൊന്നും ആരും കേൾക്കത്തില്ല. വീണ്ടും വീണ്ടും പുറകോട്ട് പോവുക. പുറകോട്ട് പോകുന്ന മോശയെ ദൈവം മുന്നോട്ട് നയിക്കുന്നത് കണ്ടോ? നിങ്ങളും എന്തൊക്കെ പറഞ്ഞാൽ പുറകോട്ട് പോകുന്നത്? വിശ്വാസത്തിന് എത്ര പേര് പുറകോട്ട് പോയി? പണ്ടത്തെ പോലെ പലരും പ്രാർത്ഥിക്കുന്നില്ല, പുറകോട്ട് പോയി. പലരും പുറകോട്ട് പോകുമ്പോഴും ദൈവം എന്തിനാ കൂടെ നിൽക്കുന്നത്? പുറകോട്ട് പോകുന്ന മോശയെ തളർത്തിക്കൊണ്ടിരിക്കുന്ന പലതിൽ നിന്ന് മോചിപ്പിച്ച് മോശയെ ദൈവം മുന്നോട്ട് നയിക്കുന്നത് 4-ാം അധ്യായത്തിൽ കാണാൻ പറ്റും. 4-ാം അധ്യായം നിങ്ങൾക്ക് അനുഭവമായി മാറട്ടെ. അതിന്റെ ഹെഡിങ് തന്നെ മോശയെ ശക്തിപ്പെടുത്തുന്നു. വചനം കേൾക്കുന്ന നിങ്ങളെ ദൈവം ശക്തിപ്പെടുത്തും, നിങ്ങളെ ദൈവം ബലപ്പെടുത്തും.
ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്ന ശക്തി മാത്രം പോരാ ജീവിക്കാൻ. ദൈവവചനത്തിലൂടെ കിട്ടുന്ന ആത്മശക്തി ജീവിതത്തിന് ആവശ്യമാണ് മുന്നോട്ട് നീങ്ങാൻ ശക്തിപ്പെടുത്തുന്ന ദൈവം. എന്നിട്ട് മോശ ദൈവത്തോട് പറഞ്ഞു, ഈ ജനമൊന്നും ഞാൻ പറഞ്ഞാൽ കേൾക്കുകയില്ല. ഒന്നാമത് എനിക്ക് വിക്കാണ്, ഞാൻ യോഗ്യനല്ല. അടുത്തത് എന്റെ വാക്ക് കേൾക്കുകയുമില്ല. എന്റെ വാക്കൊന്നും ആരും കേൾക്കില്ല, എന്റെ വാക്ക് ആരും കേൾക്കില്ല. അടുത്തത് കർത്താവ് നിനക്ക് പ്രത്യക്ഷപ്പെട്ടില്ല എന്നവർ പറയും. ഞാൻ ഇങ്ങനെയൊക്കെ ചെന്ന് ഈ ജനത്തോടും രാജാവിനോട് പറഞ്ഞാൽ അവര് പറയും, നീ വെറുതെ നുണ പറയുകയാണ്, ദൈവം നിനക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഈ വിക്കനായി നിനക്ക് ദൈവം പ്രത്യക്ഷപ്പെടാനോ? ദൈവം നിനക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവർ വിശ്വസിക്കില്ല. അപ്പോൾ അടുത്ത വാക്യം നിർത്തുകയാണ്. കർത്താവ് അവനോട് ചോദിച്ചു. അപ്പോൾ കർത്താവ് അവനോട് ചോദിച്ചു, നിന്റെ കയ്യിലിരിക്കുന്ന എന്താണ്? അവന്റെ കയ്യിലിരിക്കുന്ന എന്താണ്? ഒരു വടി. ഒരു വടി. അതിന് ജീവനുണ്ടോ ഇല്ലയോ? ജീവനില്ലാത്തതിന് പറയുന്ന പേരാണത് ഒരു വടി. ജീവനുള്ളതിനാണെങ്കിൽ നമ്മൾ പറയും ഒരു മരം, ഒരു തൈ. ഇത് ജീവനില്ലാത്തതാണ്. അതിന്റെ താഴ്ഭാഗത്ത് വേരുകളില്ല. അത് മണ്ണിൽ കുത്തി നിർത്തിയാൽ നാളെ 3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു വേര് പോലും ഉണ്ടാകില്ല. അത് വടിയാണ്, വേറെ ജീവനില്ലാത്തതാണ്. ജീവനില്ലാത്തൊരു വടി ആരുടെ കയ്യിലുണ്ടായിരുന്നു? മോശയുടെ കയ്യിൽ. ഇത് ഒരു വടി, ഒന്നിനും കൊള്ളാത്തൊരു വടി. ആട് അങ്ങോട്ട് പോകേണ്ട ആട് ഇങ്ങോട്ട് പോകുമ്പോൾ ഒരടി കൊടുക്കാൻ മാത്രം ഉപയോഗിക്കുന്ന ഒരു വടി. അപ്പോൾ മോശയോട് ദൈവം പറഞ്ഞു, ആ വടി നിലത്തോട്ടിട്. മോശ നിലത്തോട്ടിട്ടു. അതൊരു പാമ്പായി മാറി. വീണ്ടും മോശ ഈ പാമ്പിനെ കണ്ട് പേടിച്ചു. അപ്പോൾ ദൈവം പറഞ്ഞു, അതിൻ്റെ വാലെ പിടി. മോശ പിടിച്ചു, അത് വീണ്ടും വടിയായി മാറി. ഇങ്ങനെ കുറെ കാര്യമുണ്ട്, ശ്രദ്ധിച്ചേ. നിന്റെ കയ്യിലുള്ള ഈ ഉണക്ക വടിയെ വരെ ഇങ്ങനെയൊക്കെ മാറ്റാൻ എനിക്ക് പറ്റും. ഈ വടിയെ ഇങ്ങനെയൊക്കെ മാറ്റാൻ പറ്റുമെങ്കിൽ നിന്നെ അതിനേക്കാൾ വലുതാക്കി മാറ്റാൻ, അത്ഭുതമാക്കി മാറ്റാൻ ഈ നിൽക്കുന്ന എനിക്ക് പറ്റൂന്നാ അത് പറഞ്ഞത്. ആമേൻ എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ചിലപ്പോൾ നമ്മുടെ ബുദ്ധിയെ നോക്കിയിട്ട് പറയും, ഞാൻ ഈ ബുദ്ധി കൊണ്ടോ രക്ഷപ്പെടില്ല, ഇതൊരു ഉണക്ക വടിയാണ്. ഉണക്ക വടിയാണെന്ന് പറഞ്ഞ് ഒടിച്ചു കളയാൻ വരട്ടെ കേട്ടോ. ഉണക്ക വടിയാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് പറമ്പിലോട്ട് എറിഞ്ഞു കളയാൻ വരട്ടെ. ഇതുകൊണ്ടായിരിക്കും നാളെ നീ അത്ഭുതങ്ങളെ ചെയ്യുന്നതെങ്കിലോ, ആമേൻ, ഇതുകൊണ്ടാണ് ചിലപ്പോൾ നിന്റെ ജീവിതം മാറി മറയുന്നതെങ്കിലോ പറയാൻ പറ്റത്തില്ല. കയ്യിലിരിക്കുന്ന ഉണക്ക വടി പോലും മാറി. കയ്യിലിരിക്കുന്ന ഉണക്ക വടിയെ ദൈവം മാറ്റിയെങ്കിൽ ദൈവവചനം കേൾക്കുന്ന ജീവനുള്ള നിങ്ങളെ ഇതിനെത്രയോ അത്ഭുതമാക്കി മാറ്റാൻ, അടയാളമാക്കി മാറ്റാൻ ദൈവത്തിന് സാധിക്കില്ലേ? സാധിക്കുമെങ്കിൽ ഉറക്കെയൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഇത്രയും കാര്യങ്ങളാണ്. ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ സമയത്തിൻ്റെ കുറവ് കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ഇന്ന് കേട്ട വചനത്തിൽ സാധാരണ പോലെ കേട്ട് ഗേറ്റ് കടന്ന് പോകാൻ വരട്ടെ. ഒരു നിമിഷം മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഒരു വിടുതൽ നിങ്ങളുടെ സ്വന്തമായി മാറും. ഒരനുഗ്രഹം നിങ്ങൾക്ക് ഇതുപോലെ കിട്ടും. ചിലർ പറയാറുണ്ട്, ഞാനൊരു കഴകത്തില്ലാത്തവനാണ്, എൻ്റെ അപ്പനും അങ്ങനൊക്കെ തന്നെയാണ്, എൻ്റെ കല്യാണമൊന്നും ഒരിക്കലും നടക്കത്തില്ല, അതിന് ഞങ്ങൾക്ക് ആരും സഹായിക്കാനില്ല. പറഞ്ഞു വരുന്നത് എന്താ? ഞാനൊരു ഉണക്ക വടിയാണെന്നാണ്. ഞാനൊന്നിനും കൊള്ളാത്തൊരു ഉണക്ക വടിയാണ്. അതിന് എനിക്കാരാ ഉള്ളത്? ഉണക്ക വടി ആയിക്കൊള്ളട്ടെ, സാരമില്ല. ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ, നിന്നെ ഒരു അത്ഭുതമാക്കി മാറ്റാൻ ആ ഉണക്കവടി മതി. ആ ഉണക്കവടി മതി. ഈ ഉണക്കവടിയാ പിന്നീട് കണ്ണെത്താ ദൂരത്ത് കിടക്കുന്ന ചെങ്കടലിനെ രണ്ടാക്കി മാറ്റാൻ ദൈവം പ്രയോജനപ്പെടുത്തിയ ആയുധം ഈ വടിയാണ്. അപ്പൊ ദൈവത്തിന് അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റും ഉണക്കവടിയിൽ പോലും. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, ഞാനൊരു പാപിയാണ്, ഞാൻ കൊള്ളാത്തവനാണ്, എനിക്ക് യോഗ്യതയില്ല. സാരമില്ല, നീ ഒരു ഉണക്കവടിയാണേലും ദൈവത്തിന് നിന്നെ മാറ്റാൻ കഴിയും, അത്ഭുതമാക്കാൻ പറ്റും. പറഞ്ഞേ ഹല്ലേലൂയ. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ജീവിതത്തെ ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുക്കുക. ജീവിതത്തെ ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുക്കുക. ഒരിക്കൽ കൂടി പറയാം, ജീവിതത്തെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ഏൽപ്പിച്ചു കൊടുക്കുക. എല്ലാവരും ഏൽപ്പിച്ചു കൊടുക്കുക. വിശുദ്ധ ഗ്രന്ഥം വായിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഉണക്കവടി, അതിനെ മോശ പിന്നീട് വിളിച്ചത് ദൈവത്തിൻ്റെ വടി എന്നാണ്. അതെങ്ങനെ ദൈവത്തിൻ്റെ വടിയായി മാറി? ദൈവത്തിൻ്റെ വാക്ക് മോശ കേൾക്കാനും അനുസരിക്കാൻ തുടങ്ങിയപ്പോൾ കയ്യിലിരിക്കുന്ന വടി പോലും ദൈവത്തിൻ്റെയായി മാറി. നിങ്ങൾ ദൈവവചനം കേൾക്കുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ദൈവത്തിൻ്റെ ആളുകളായി മാറുന്നു, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരായി മാറുന്നു. നിങ്ങളുടെ കുടുംബം ദൈവത്തിൻ്റെ ഭവനമായി മാറുന്നു. ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ ഇത് സാധിക്കുന്നിടത്തോളം ആളുകളോട് ഈ വചനം പറഞ്ഞു കൊടുക്കണം.
എത്തിച്ചു കൊടുക്കണം. കാരണം ഈ വചനത്തിനകത്ത് എൻ്റെ ജീവിതമുണ്ട്, എൻ്റെ പ്രാർത്ഥനയുണ്ട്, എൻ്റെ ജീവിതം തന്നെയാണല്ലോ ദൈവമേ എഴുതി വച്ചിരിക്കുന്നത് എന്ന് ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നും. കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. ആർക്കും വേണ്ടാതിരുന്ന മോശയ്ക്ക് തന്നെ മോശ ഇഷ്ടമല്ലായിരുന്നു. മോശ പറഞ്ഞു, ഞാൻ വിക്കനാണ്, എന്നെ ഒന്നും കൊള്ളത്തില്ല, ഞാൻ ഒരു യോഗ്യത എനിക്കില്ല, ഞാൻ പറഞ്ഞാൽ ആരും കേൾക്കില്ല, എൻ്റെ വാക്കിന് ഈ നാട്ടിൽ ഒരു വിലയുമില്ല. കൊള്ളിയേലെന്ന് മോശ തന്നെ മോശയെക്കുറിച്ച് പറഞ്ഞ ആ മോശയെ ദൈവം ആ നാട്ടിൽ തന്നെ അത്ഭുതമാക്കി മാറ്റിയത് കണ്ടോ? രാജാക്കന്മാർ വരെ പേടിക്കുന്ന ശബ്ദമായി ലോകത്ത് രാജ്യത്ത് ഉയർന്നില്ലേ? അത് ദൈവ പ്രവൃത്തിയല്ലാതെ മറ്റെന്താണ്? ഇന്നും ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. രണ്ട് കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിക്കാം, സകല നിയോഗങ്ങളും ചേർത്ത് വയ്ക്കാം. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് കണ്ണുകൾ അടച്ച്. ഒരുപക്ഷെ നമ്മൾ ഇന്ന് വരെ ഇതുപോലൊന്നും പ്രാർത്ഥിച്ചിട്ടുണ്ടാവില്ല. ഞാനും ഈ മോശയുടെ സ്ഥാനത്താണ്, നിങ്ങളും ഈ മോശയുടെ സ്ഥാനത്താണ്. നമ്മളും എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക, ഞാൻ കൊള്ളില്ല, ഞാൻ രക്ഷപ്പെടില്ല, എന്നെ ആർക്കും ഇഷ്ടമല്ല, എൻ്റെ വാക്കാർക്കും ഇഷ്ടമല്ല. അങ്ങനൊക്കെ തന്നെയാണ് യാഥാർത്ഥ്യമെങ്കിലും ഇന്ന് ദൈവസന്നിധിയിലേക്ക് ഒന്ന് കൊടുത്തേ. നിന്റെ കുടുംബം ദൈവത്തിന്റെ കുടുംബമായി മാറുന്നു. നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങുന്നു. നിന്റെ മേലുള്ള തിന്മയുടെ സ്വാധീനങ്ങൾ ദൈവം പൊട്ടിച്ചെറിയാൻ പോകുന്നു. ദൈവത്തിന്റെ അടയാളങ്ങൾ നീ കാണാൻ പോകുന്നു. മോശയുടെ കയ്യിലിരിക്കുന്ന വടിയെ അത്ഭുതമാക്കി മാറ്റിയെങ്കിൽ നിങ്ങൾ ഇന്ന് സമർപ്പിക്കുന്ന നിയോഗം ഒരു അത്ഭുതമായി മാറും. നിങ്ങളുടെ ജീവിതം ഒരു അത്ഭുതമായി മാറും. നിങ്ങളുടെ കഴിവ് ഒരു അത്ഭുതമായി മാറും. നിങ്ങളുടെ ഭവനത്തിൽ വലിയ കാര്യങ്ങൾ ദൈവം ചെയ്യും. വിശ്വസിക്കുന്നെങ്കിൽ കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ദൈവമേ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, എല്ലാവരും സ്തുതിക്കുന്നു. ശബ്ദം ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഈ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇവരുടെ പ്രാർത്ഥനകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഇവരെ ഒരുക്കണമേ. നമ്മൾ ഈ സമയം ഏതാനും സാക്ഷ്യങ്ങൾ നിങ്ങളുടെ മുൻപാകെ വായിക്കുകയാണ്. നിയോഗ പ്രാർത്ഥനയിലൂടെ അതോടൊപ്പം നമ്മുടെ ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച് ദൈവം തൊട്ട ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട്. അതിൽ നിന്നും നമ്മൾ ഇന്ന് കുറഞ്ഞ സാക്ഷ്യങ്ങളെ നമുക്ക് വായിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഒരു 8-10 സാക്ഷ്യങ്ങൾ നമ്മളിന്ന് അതിൽ നിന്നും എടുത്ത് നിങ്ങളുടെ മുൻപാകെ വായിക്കുവാനായിട്ട് പോകുകയാണ്. നമുക്ക് ശ്രദ്ധാപൂർവം ഇരിക്കാം. എൻ്റെ പേര്, ഞാൻ സ്വദേശിയാണ്. നിയോഗ പ്രാർത്ഥനയിൽ ഒക്ടോബർ 1-ാം തീയതി മുതൽ ഞങ്ങളെല്ലാവരും പങ്കെടുത്ത് പ്രാർത്ഥിച്ചിരുന്നു. കൂടാതെ അച്ഛനോട് നേരിട്ട് പ്രാർത്ഥന സഹായം ചോദിച്ചിരുന്നു. ഞാനും ഭർത്താവുമായി 1.5 വർഷത്തോളം പിണക്കത്തിലായിരുന്നു. ഡൈവോഴ്സിൻ്റെ വക്കിൽ വരെ കാര്യങ്ങൾ എത്തിയതായിരുന്നു. നിയോഗ പ്രാർത്ഥനയുടെ 28-ാമത്തെ ദിവസം ദൈവം അത്ഭുതകരമായി ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടു. ഞങ്ങൾ തമ്മിലുള്ള പിണക്കങ്ങളെല്ലാം ദൈവം അത്ഭുതകരമായി മാറ്റിത്തന്നു. ഞങ്ങളെ അനുഗ്രഹിച്ച ഈശോയ്ക്ക് 1000 നന്ദി പറയുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ച അച്ഛൻ ഹൃദയത്തിന്റെ ഭാഷയിൽ 1000 നന്ദി പറയുന്നു. എത്ര ബഹുലമത്. യേശുവേ, എന്റെ ഇന്നത്തെ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് എനിക്കത് സാധിച്ചു തരണമേ. യേശുവേ, എന്റെ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. യേശുവേ, എന്റെ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. യേശുവേ, എന്റെ നിയോഗങ്ങളെ സ്വീകരിച്ച് എനിക്കിത് 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 സാധിച്ചു തരണമേ. യേശുവേ, എന്റെ
നിയോഗങ്ങളെ സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ. യേശുവേ എന്റെ നിയോഗങ്ങളെ സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ. യേശുവേ എന്റെ നിയോഗങ്ങളെ സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ. യേശുവേ എന്റെ നിയോഗങ്ങളെ സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ.